ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ്. അതിൽ മെയ് 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, അതിൽ ഇന്ത്യ F-16 ഫൈറ്റർ ജെറ്റ് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയിട്ടുണ്ടെന്നുള്ള വാർത്ത NDTV തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് US ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് ചോദ്യം ഉന്നയിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് അതിന് മറുപടി പറഞ്ഞില്ല. ആ ചോദ്യം സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിടുത്തമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എന്തായിരിക്കും ട്രംപ് അത് സ്കിപ്പ് ചെയ്യാനുള്ള കാരണം എന്നുള്ളത്. DAC എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഡിഫൻസ് അക്വിസിഷൻസ് കൗൺസിൽ. അപ്പോൾ അവർ സഡൻലി ഒരു തീരുമാനമെടുത്ത് നമുക്ക് സബ്മറൈൻ മേടിക്കാനുള്ള ഒരു പ്ലാൻ. പക്ഷേ ഇത് പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ചാണ്. പെട്ടെന്നുണ്ടായ ചേഞ്ച് എന്തുകൊണ്ടാണ് സബ്മറൈൻ മേടിക്കാനുള്ള ഈ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയും പാകിസ്ഥാനും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നേവൽ ഡ്രില്ല് നമ്മൾ നടത്തിയിട്ടുണ്ട്. നേവൽ ഡ്രിൽ, ആ ഡ്രില്ല് നടത്തിയതിൽ പാകിസ്ഥാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അവരും നേവൽ ഡ്രില്ല് നടത്തുകയൊക്കെ ചെയ്ത് അവരുടെ എയർ സ്പേസ് ഒക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് നേവൽ ഡ്രില്ലൊക്കെ നടത്തി. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ കുറച്ച് ഡോമിനേറ്റഡ് ആണ് ആ വിഷയത്തിൽ. അതിൽ യാതൊരു മാറ്റവും. അപ്പോൾ ഇന്ത്യ അത് വെച്ച് എന്താണ് എയിം ചെയ്യുന്നത് വെച്ചാൽ ലാഹോറാണ്. കറാച്ചി, ലാഹോർ മേഖല വരെ നമ്മൾ തകർത്തടിച്ച് കൈ കൊടുക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ കശ്മീർ മേഖലയിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് പഹൽഗാം പോലെയൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാം, പാകിസ്ഥാന്റെ കറാച്ചി, ലാഹോർ വരെ നമ്മൾ തൂത്ത് പറക്കി കൊടുക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. DRDO ഗ്ലൈഡ് ബോംബ് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഈ ഗ്ലൈഡ് ബോംബിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ജെറ്റ് സ്പീഡാണ്. ഒരു ജെറ്റ് പോകുന്ന അത്രയും വേഗത്തിൽ ഇത് പോകും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഓൾറെഡി പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സും ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിലുള്ള ഇംപ്രൂവ്മെന്റ് ആണ് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധേയമായിട്ട് നോക്കി കാണേണ്ടത്. ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കാൻ മാത്രമല്ല കേട്ടോ. അതായത് ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഉപയോഗിക്കും, അത് വേറെ വിഷയം. പക്ഷെ നമ്മളിത് വാണിജ്യാടിസ്ഥാനത്തിൽ കമേഴ്ഷ്യൽ പർപ്പസിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷനാണ്. ഇതൊക്കെ നമ്മൾ എക്സിബിഷനിൽ പല രാജ്യങ്ങളും UAE എക്സിബിഷൻ ആയിക്കോട്ടെ, അതേപോലെ ഫ്രാൻസിലായിക്കോട്ടെ, ഇതേപോലെ പല രാജ്യങ്ങളിലും നടക്കുന്ന ഡിഫൻസ് സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എക്സിബിഷനിൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മൾ ഇത് എക്സിബിറ്റ് ചെയ്യും. അവിടെ എന്നിട്ടാണ് ഇതിന്റെ ഓർഡറുകളൊക്കെ നമ്മൾ സമാഹരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. ഇന്ത്യൻ ആർമി സോൾജേഴ്സിന് ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ ഇപ്പം ഇലക്ട്രോണിക്സിലൊക്കെ സ്കില്ലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അവര് ഏതാണ്ട് 3 മണിക്കൂറിൽ 50 ഡ്രോൺ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ആർമിക്ക് ഉള്ളിലുള്ള എഫിഷ്യൻസിയാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ സോൾജേഴ്സ് അവിടെ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ അവർ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവിടെ ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ അറിയത്തില്ല. അവർ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത രീതിയിലുള്ള സർവീസാണ് ഇന്ത്യൻ ആർമി നമുക്ക് തരുന്നത്. അതൊന്നും ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ വിതിൻ 3 hours 50 ഡ്രോൺ അവർ അസംബിൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഡ്രോണൊക്കെ സ്പെയർ പാർട്സുകളായിട്ട് കൊണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഒരു ബാറ്റിലിന് പോകുന്ന സമയത്ത് ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2026 അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാ സോൾജേഴ്സും ഡ്രോൺ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ് ആർമി വളരെ വ്യക്തമായിട്ട് ട്രെയിനിങ് കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിലാണ് 3 മണിക്കൂറിൽ 50 ഡ്രോൺ അസംബിൾ ചെയ്തുകൊണ്ടുള്ള റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ആർമി. ഞാൻ എവിടെയോ വാർത്തയിൽ കേട്ടായിരുന്നു, റഷ്യൻ ഓയിൽ ഇന്ത്യ ഇനി നിർത്താൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അമേരിക്കയുടെ കാൽ പിടിക്കാൻ പോകുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓഗസ്റ്റ് 21-ാം തീയതി റഷ്യൻ ഫോറിൻ മിനിസ്റ്റർ സെർഗേ ലോവ്റോവുമായിട്ട് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. അതായത് കൂടുതൽ ബൈലേറ്ററൽ ടൈസ്, അതുപോലെ തന്നെ എനർജി സെക്ടർ, അതുപോലെ ഡിഫൻസ് മേഖലയുമായിട്ട് രണ്ടുപേരും ചേർന്ന് പ്രവർത്തിക്കാനുള്ളതും, അതുപോലെ തന്നെ അപ്കമിംഗ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നതും വാങ്ങിക്കാതിരിക്കുന്നതും ഇതെല്ലാം തന്നെ സ്ട്രാറ്റജിക് ആയിട്ടും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ തലത്തിലും ഇന്ത്യയുടെ എനർജി നീഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും പല രീതിയിലും കൺസേൺ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതിലുപരിയായിട്ട് യൂറോപ്പ് ഗ്യാസ് മേടിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പോൾ മാത്രം എന്താണ് ഈ രീതിയിൽ തീരുമാനമെടുക്കുന്നത്? അത് പണ്ടത്തെ കൊളോണിയൽ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ധാരണയാണോ? അങ്ങനെ ചിലപ്പോൾ ഈ വെസ്റ്റേൺ കൺട്രീസിനും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവാം. ആ രീതിയിലുള്ള വിരട്ടലുകൾക്കൊന്നും ഇപ്പൊ ഇന്ത്യ അടിപണിഞ്ഞ് പോകത്തില്ല എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഇവിടെ. അപ്പൊ റഷ്യയുമായിട്ട് അടുത്തടുത്ത നെക്സ്റ്റ് ലെവൽ മീറ്റിങ്ങുകൾ വളരെ വ്യക്തമായും പ്രിസൈസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് ഇന്ത്യ. ഇതിൽ അമേരിക്കയുടെ ഒരു രീതിയിലുള്ള 500% താരിഫ് വന്നാലും
ഇന്ത്യ ഇതേ നിലപാട് തന്നെ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയോടൊപ്പം ഒരു കൂട്ടം രാജ്യങ്ങളുണ്ട്, അവരെല്ലാം തന്നെ ഇന്ത്യയുടെ ബാക്കപ്പാണ്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അവരുടെയൊക്കെ പേരൊക്കെ എടുത്ത് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു ഓളം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നില്ല. ഇന്ത്യ വളരെ സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ഇപ്പോഴത്തെ ബ്രസീലിന് വീണ്ടും 50% താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ ഒന്നും തന്നെ ബ്രിക്സ് എന്ന് പറഞ്ഞ ഒരു സംഘടനയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു നെഗോസിയേഷനും അമേരിക്കയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആ രീതിയിലുള്ള തോട്ട് പ്രോസസ് ഉള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് ഒറ്റ ബുദ്ധിയാണ്. ചില വിഷയങ്ങളിൽ അയാൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഈഗോയിസ്റ്റിക് ആണ്. ഇത്രത്തോളം ഈഗോ ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും പോയിട്ട് കൺവിൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇന്ത്യക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇപ്പം അമേരിക്കയുടെ ഉള്ളിൽ ഡിബേറ്റുകൾ നടക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ ഇടയിൽ. എന്താണ് ഡിബേറ്റ്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയെ G7 മീറ്റിംഗിന് വന്ന സമയത്ത് ട്രംപ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിലെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് പോകാനിരുന്നത് കൊണ്ട് മോദിയെ ജസ്റ്റ് പാസ് ബൈ വൈറ്റ് ഹൗസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോയതായിട്ടും അതിന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി അത് തിരിച്ചു വരുമ്പം അങ്ങോട്ട് ഇറങ്ങിയില്ല എന്നുള്ള രീതിയിലുള്ള ഡെഫിനേഷനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പക്ഷെ അതിന് ഇന്ത്യൻ സൈഡിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പെഹൽഗാം ആക്രമണം നടന്ന് ഇന്ത്യ പാകിസ്ഥാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള റൈവലറികൾ നടന്നിരുന്ന സാഹചര്യത്തിൽ അവിടെ പാകിസ്ഥാനിലുള്ള ആർമി ജനറലിനെ വിളിച്ചവിടെ വെച്ചുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അവിടെ വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പർപ്പസ്ഫുള്ളി നമ്മൾ സ്കിപ്പ് ചെയ്തതാണ്. അതിന് കാരണമുണ്ട്. അത് ഫോൺ കോളിലൂടെ പറഞ്ഞു ധരിപ്പിച്ചിട്ട് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മോദി ഇന്ത്യയിലേക്ക് മടങ്ങിയത്. അതിൽ വെച്ചിട്ടാണ് വാട്സ്ആപ്പ് മീറ്റിന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞതും ട്രംപ് സമ്മതിച്ചതും. എന്നിട്ട് ഇപ്പം അമേരിക്കൻ സൈഡിൽ നിന്ന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് അറിയാമോ? അതാണ് ഇതിലെല്ലാം ഹൈലൈറ്റ്. മറ്റാരും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്നത്. അതായത് അമേരിക്കയും ഇന്ത്യയും നല്ല രീതിയിലുള്ള ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അമേരിക്കയുടെ ഉള്ളിൽ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഇരുന്നാൽ എന്താണ്, ഇനി പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടാത്ത ആര് വൈറ്റ് ഹൗസിലുണ്ടെങ്കിലും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിനെ തകർക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ പിന്നെ പ്രൈം മിനിസ്റ്ററിനെ വിസിറ്റ് ചെയ്ത് പോയാൽ എന്താണ് എന്നുള്ള ചോദ്യമാണ് അവിടെ നിന്ന് കൗണ്ടറായിട്ട് ചോദിക്കുന്നത്. അപ്പൊ അതായത് നിങ്ങൾ തീവ്രവാദി ആയാലും പിടിച്ച് അവിടെ ഒരു മേശപ്പുറത്ത് ഇരുത്തി വെച്ചിരിക്കും. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് ഹായ് ബായ് പറഞ്ഞിട്ട് വരണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ഇന്ത്യ അങ്ങനെ ചെയ്യില്ല. കാരണം ഇന്ത്യക്കുള്ളിൽ മതം ചോദിച്ച് കൊലപാതകം നടത്തിയ തീവ്രവാദ പ്രവർത്തനമാണ് പെഹൽഗാമിൽ നടന്നത്. അല്ലാതെ സാധാരണമായിട്ട് തീവ്രവാദികൾ എവിടെയെങ്കിലും ബോംബിട്ട് പൊട്ടിക്കുന്നതോ അല്ലെങ്കിൽ കണ്ണി കണ്ടവരെ കുറെ ആൾക്കാരെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നോ അങ്ങനത്തെ ഏർപ്പാടല്ലായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ച് കറക്റ്റായിട്ടാണ് അവർ കാര്യങ്ങൾ നടപ്പിലാക്കിയത്. ലോകത്ത് ഇങ്ങനത്തെ വിഷയങ്ങൾ സംഭവിക്കും. അത് സംഭവിക്കുന്നതിന്റെ പേരാണ് ജിഹാദ്. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ അതിൽ പങ്കെടുത്തു എന്ന് ഇന്ത്യ ആരോപിക്കുന്ന ഒരാൾ. അപ്പൊ ഇന്ത്യ നിങ്ങളുടെ അത്രമാത്രം സുഹൃത്താണെങ്കിൽ ഇന്ത്യ കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ ആരോപണം എന്താണ്? ഈ പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ളതാണ്. അവിടുത്തെ സംഘടനകളുടെ പേരും പറയുന്നുണ്ട്. ഇന്ത്യ TRF എന്ന് പറഞ്ഞ ഒരു സംഘടന അതിന്റെ പേരെടുത്ത് പറഞ്ഞതുമാണ്, ആ ക്ലെയിം അക്സെപ്റ്റ് ചെയ്തതുമാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ആർമി ജനറലിനെ വിളിച്ചു വരുത്തിയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ വിളിച്ചു വരുത്തുന്നത്? അപ്പൊ അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ത്യ ധരിപ്പിച്ചിട്ടുണ്ട്. തീവ്രവാദിയോടൊപ്പം വന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരില്ല എന്നുള്ളതാണ് അതിന്റെ തീരുമാനം, വേറെ ഒന്നുമില്ല. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് അവര് UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അറിയാലോ, അതിന്റെ പ്രൊപ്പൽഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റത്തോട് കൂടിയുള്ള UAVകൾ നിർമ്മിക്കാനുള്ള പ്രോജക്റ്റിലേക്ക് അവർ മുന്നോട്ട് വരികയാണ്. അപ്പൊ ആ പ്രോജക്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്തും. ഈ മാരുതി ഇപ്പം ഈ ഇടക്കാലം കൊണ്ട് ഈ ചൈനയുടെ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കാർ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രതിസന്ധിയിലാണ്. അപ്പൊ അവർക്ക് വേറെ രീതിയിലുള്ള പ്രോജക്റ്റ് ആണ് ഇപ്പം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ കാർ ഉത്പാദിപ്പിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ പ്രോജക്റ്റിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ചൈനയുമായിട്ട് ഇപ്പം റിലേഷൻഷിപ്പ് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ചൈനയുടെ എഞ്ചിനീയേഴ്സിന് ഇന്ത്യക്കുള്ളിൽ അലോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. വിസയൊക്കെ കഴിഞ്ഞ മാസം തന്നെ ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചൈനയും ഇന്ത്യയും കുറച്ച് നോർമലൈസ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ റെയർ എർത്ത് എലമെന്റ്സ് ഇന്ത്യക്ക് വീണ്ടും കയറ്റുമതി ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് EV മാർക്കറ്റിലുള്ള പ്രതിസന്ധിയൊക്കെ ഒരു പരിധിവരെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ടെസ്ല ഇന്ത്യക്കുള്ളിൽ ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ട്. ടെസ്ല വരികയാണ് ഇന്ത്യക്കുള്ളിൽ. അതിന്റെ വില എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60 ലക്ഷത്തിലധികമാണ് അതിന്റെ വെഹിക്കിളിന്റെ വില, അത്രമാത്രം വരുന്നുണ്ട്. അതുപോലെ തന്നെ BYDക്കും നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് കുറച്ചുകൂടെ വില കുറവായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നോക്കണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഓപ്ഷൻ മീൻസ് ഈ വെഹിക്കിളിന്റെ ഫുൾ ഓപ്ഷൻ, മിഡ് ഓപ്ഷൻ എന്നൊക്കെ ഉണ്ടല്ലോ. ഈ ഓട്ടോമോട്ടീവ് ഡ്രൈവ് ആണ് ശരിക്കും ടെസ്ല യൂസ് ചെയ്യുന്നത്. പക്ഷേ ടെസ്ലയുടെ ഓട്ടോ ഡ്രൈവ് എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ളിൽ പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഓട്ടോ ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉദ്ദേശിച്ചുകൊണ്ട് ടെസ്ലയ്ക്ക് പോകുന്നതും മഹീന്ദ്ര, ടാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോകുന്നതും രണ്ടും കണക്ക് തന്നെയാണ്.
അപ്പോൾ പ്രൈസ് കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ പ്രോഡക്റ്റിന് തന്നെയാണ് വില കുറവ്. വൺ വെബ് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് കമ്പനി ആയിട്ടുള്ള യൂറ്റൽ സാറ്റ് എന്ന് പറഞ്ഞ കമ്പനി, ഈ യൂറ്റൽ സാറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് നെൽകോ എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനി, ഇത് ഒരു ടാറ്റയുടെ ഒരു കമ്പനിയാണ് ഇത്, നെൽകോ എന്ന് പറഞ്ഞ കമ്പനി. ഈ നെൽകോ എന്ന് പറഞ്ഞ കമ്പനി യൂറ്റൽ സാറ്റുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഡീൽ ഓക്കെ ആയിട്ടുണ്ട്. ലോ ഓർബിറ്റ് സാറ്റലൈറ്റ് നിർമ്മിക്കാനുള്ള എഗ്രിമെന്റ് ആണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ബിസിനസ്സും ഇന്ത്യയുടെ വളർച്ചയും ആർക്കും തടയാൻ കഴിയില്ല. ഇതൊക്കെ തന്നെ ഓരോ മേഖലകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ 60-ഓളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ചാനലിൽ ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. തുടരെ കിടക്കുന്ന വീഡിയോകളിൽ പോയി കഴിഞ്ഞാൽ ഈ ഇടപെട്ട കാലത്ത് ഈ 1.5 മാസം കൊണ്ട് എന്തൊക്കെ കോൺട്രാക്റ്റുകൾ ഏതൊക്കെ കമ്പനികൾ ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ടോ പൂർണ്ണ വിവരം നമ്മളുടെ വീഡിയോ ഒന്നൊന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ര ക്ലിയർ കട്ടായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ എക്കണോമിക് അടിത്തറയെ ആർക്കെങ്കിലും അങ്ങ് താരിഫ് കൊണ്ട് ഇളക്കി മറിച്ച് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഐ വുഡ് സേ ദാറ്റ് പൊട്ടൻഷ്യലി ദേ ആർ റോങ്. അത്രേ ഉള്ളൂ. BLAയെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന്റെ പിറ്റേന്ന് ഞാനത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലിസ്റ്റിൽ പെടുത്തിയ സ്ഥിതിക്ക് ഇനി തുടരെ പാകിസ്ഥാൻ മിലിറ്ററിക്ക് വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ 9 പാകിസ്ഥാൻ സോൾജേഴ്സ് ഇത് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. BLAയുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സൗത്ത് വെസ്റ്റേൺ ബലൂചിസ്ഥാൻ മേഖലയിലാണ് ഈ ഒരു ആക്രമണം നടന്നത്. സൗത്ത് വെസ്റ്റേൺ ബലൂചിസ്ഥാൻ പാർട്ടിലാണ് ഈ ഒരു ആക്രമണം നടന്നത്. 9 പാകിസ്ഥാൻ മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് തുടരെ നടക്കും. നിങ്ങൾ നോക്കിക്കോ. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനായിട്ട് ഒരു പണിയാണ് കൊടുത്തത്. അപ്പൊ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.